മുറിച്ചു കൊടുക്കും നമ്മള്. ഇത് മുറിച്ചു കൊടുക്കും. ഇത് മുറിച്ചു കൊടുക്കും. ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇത് 60x60 വരുന്നത്. മേല് വരുന്ന മൊഡാൾ സിൽക്ക് 44 വിഡ്ത്തിന്റെ ആണ് വരുന്നത്. ഇത് ഫുൾ റയോൺ 60x60 ക്യാമ്പ്രിക് കോട്ടൺ വരുന്നത്. ജോർജറ്റ് പ്രിന്റിൽ വരുന്നുണ്ട്, സെൽഫ് പ്രിന്റിൽ വരുന്നുണ്ട്. നമുക്ക് ജയ്പൂർ വരെ പോണോ? ജയ്പൂരി കോട്ടൺ കിട്ടാനായിട്ട് വേണ്ട. ജയ്പൂരി കോട്ടണിൽ വരുന്നതാണ് 60x60 വരുന്നത്. ഇത് ഫുൾ കോട്ടന്റെ കോട്ടൺ നെറ്റ് നെറ്റ് തന്നെയാണെന്ന് പറയണത്. റയോണില് ഫോയിൽ പ്രിന്റും നോൺ ഫോയിലും വരുന്നുണ്ട്. 48 വിഡ്ത്ത് വരുന്നുണ്ട്. 44 വിഡ്ത്തിന്റെ ആണ് നമുക്ക് അതിൽ വരുന്നത്. ഇതാകുമ്പോഴത്തേക്കും 46 വിഡ്ത്ത് ഒക്കെ. ഇത് നമുക്ക് വരുന്നത് ടോപ്പ് ബോട്ടം ഷോള് 3 പീസ് സെറ്റിൽ വരുന്നത്. ഇതെല്ലാം റയോണില് പ്രിന്റ് വരുന്നതാണ്. സ്ലബില് വരുന്നുണ്ട്, ടസർ സിൽക്കിൽ വരുന്നുണ്ട്. സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലൈനിങ് സെക്ഷൻ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോണത് ജയ്പൂരി കോട്ടൺ, അതും റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ്. അപ്പൊ ജയ്പൂർ വരെ പോണോ? ജയ്പൂരി കോട്ടൺ കിട്ടാനായിട്ട് വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ടയറിനകത്ത്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ സ്ഥലം പിന്നെ പറയാം, ആദ്യം ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പൊ ലൊക്കേഷൻ വരുന്നത് കട ഇങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണെന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ കൂടെ MG റോഡ് വഴിക്ക് കയറി വരാം. അപ്പോൾ ഫ്ലവർ ജംഗ്ഷൻ വരും. ഫ്ലവർ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ ഗോപാല പ്രഭു റോഡിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല തിരക്കുള്ള ഒരു ഏരിയ, കാരണം ഇതൊരു മാർക്കറ്റ് ഏരിയ തന്നെയാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി വരുമ്പോൾ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പ്രസ് ക്ലബ് റോഡ് വഴിക്കായാലും കയറാം. അത് കൂടാണ്ട് നമുക്ക് ലിങ്ക് റോഡ് വഴിക്ക് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് വഴിക്കായാലും കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടത് ഗോപാല പ്രഭു റോഡിൽ. അപ്പോൾ ഗോപാല പ്രഭു റോഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? ഗോപാല പ്രഭു റോഡിൽ മാധുല്യ ടെക്സ്റ്റൈൽസ്, ഇതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് MT ടെക്സ്റ്റൈൽസ് എന്നും കൂടി പറയൂട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പോൾ ജയ്പൂരി കോട്ടൺ മാത്രമല്ല, മെയിൻ ഫാബ്രിക്സും ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റീസ് ഒന്ന് കയറി നോക്കിയാൽ വരും. ഇഷ്ടം പോലെ മെറ്റീരിയൽസിൻ്റെ ഒരു ലോകം എന്ന് പറയില്ലേ, ആ മൊത്തം കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പയ്യന്മാരുണ്ട്, ഫുള്ള് കെട്ടൊക്കെ കൊണ്ട് എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. ഫുൾ കളക്ഷൻസ് ആണ്. നമുക്കറിയില്ല ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊരു ഹിന്ദി കരുത്തിൻ്റെ ലുക്ക് ഉണ്ട്. നമുക്ക് മലയാളിനെയാണ് വേണ്ടത്. ഇത് മലയാളി ആണോ എന്നൊന്ന് ചോദിച്ചു നോക്കണം. ഈ മലയാളിയേ സമാധാനായി. മലയാളിയാണോ? ഒരു ഹിന്ദി ലുക്കിന്റെ ഫീൽ ഉണ്ടല്ലോ. അപ്പൊ പേരെന്താ? അലീനയാണ്, മലയാളിയാണ്. കണ്ട പറയില്ല കേട്ടാ, ഇവരെ കൂടെ നിന്ന് കാറ്റടിച്ചതാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ എന്താ ഐറ്റംസ് ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. മൈക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങാം നമുക്ക്? ഓക്കെ. അപ്പോൾ അലീന നമുക്ക് വേണ്ടിയിട്ട് ഫുൾ കളക്ഷൻസ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഫുൾ കോട്ടൺ, ജയ്പൂരി കോട്ടൺ ഐറ്റംസ്. ഓക്കെ, ഇതിൽ ഓർക്കണ പറയട്ടെ, കേക്കില്ല അല്ലെങ്കിൽ ജയ്പൂരി കോട്ടണിൽ വരുന്നതാണ് 60x60 വരുന്നത്. ഓക്കെ, ഇത് പറയണേക്കാളും മുന്നേ ഞങ്ങളുടെ വ്യൂവേഴ്സിന്റെ വക എൻ്റെ വക ഒരു സ്വാഗതം ഉണ്ട്. ഹായ്, വെൽക്കം. ഓക്കെ, പറയും. ഇത് ജയ്പൂരി കോട്ടണിൽ വരുന്നതാണ്. ഇത് നമുക്ക് വരുന്നത് ഒരു പ്രിന്റിന് 4 കളറായിട്ടാണ് വരുന്നത്. ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് 2 പീസ് സെറ്റ് ആയിട്ടാണ്. അപ്പൊ ടോപ്പും ബോട്ടം കൂടിയിട്ട് അങ്ങനെ പ്രിന്റിൽ തന്നെ 4 കളർ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് ഓരോ പ്രിന്റിന് തന്നെ 4 കളേഴ്സ് അത് എടുക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ അതിന്റെ ടോപ്പും ബോട്ടം രണ്ടും എടുക്കണം. അപ്പൊ ഇത് ഫുൾ ജയ്പൂരി കോട്ടന്റെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് എത്ര മീറ്റർ ഉണ്ടാവും ഏകദേശം? ഒരു 25-30 അത് ചൂസ് ചെയ്യണതിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പൊ അതിന് പല പ്രിന്റ്സ് നമുക്ക് കോട്ടണിൽ കിട്ടും. ബയ്യാക്കു ജാനിക്ക പൊക്കോ, കെട്ട് പണി നടന്നുകൊണ്ടിരിക്കട്ടെ. അടുത്തത് പിന്നെ നമുക്ക് അത് തന്നെ അതിന്റെ തന്നെ പല പ്രിന്റ്സ് ആണ് വന്നത്. ഇത് ഫുള്ള് അപ്പൊ ഇവിടെ കണ്ടത് മൊത്തം ഡാർക്ക് ഷെയ്ഡിന്റെ ആയിരുന്നു. ഈ ഫുള്ള് കാണിച്ചത് ഇനി ഡാർക്ക് വേണ്ട, കുറച്ച് പേസ്റ്റലിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡിലേക്ക് കിടക്കാം. ഇതിലും നമുക്കിപ്പോ സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് അപ്പൊ ഇത് രണ്ടും സെയിം പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് കണ്ട, അതേപോലെ ഇതൊക്കെ സെയിം പ്രിന്റ്. അപ്പൊ ഇന്ന് 4 കളേഴ്സ് അങ്ങനെ എടുക്കണം. അപ്പൊ 1, 2 കളറ്, 3, 4 അങ്ങനെ 4 എടുക്കണം അല്ലേ? ഓക്കെ. ഇത് 4 കളർ എടുക്കണതിന് പറയണതിന്റെ റീസൺ എന്താ? 4 കളർ നമുക്ക് ബൾക്കായിട്ട് അങ്ങനെയാ വരുന്നത്. നമുക്ക് ഹോൾസെയിലാണ്. നമുക്ക് അവിടെ നിന്ന് ആ ഒരു കളർ ചാർട്ട് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് ഈക്വൽ ആക്കണം. അതെ. അപ്പൊ പിന്നെ പോരാത്തിന് ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുറിച്ച് തരുന്ന പരിപാടി ഇല്ല. ഇത് കെട്ടാണെങ്കിൽ ആ ഫുള്ള് എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇനി അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇരിക്കണതൊക്കെ എന്താ സംഭവം? ഇതെല്ലാം ഈ ടോപ്പ് ബോട്ടം സെറ്റിൽ തന്നെ വരുന്നതാണ്. ഇതിന്റെ കൂടെ അത് ചൂസ് ചെയ്യും. നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ? ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇത് ബോട്ടം ഇത് ടോപ്പ് അങ്ങനെ ആയിരിക്കും അല്ലേ? ഇത് ടോപ്പും ഇത് ബോട്ടം അങ്ങനെ മിക്സ് മാച്ച് ചെയ്തിട്ട് എടുക്കാനുള്ളത്. ഇതും അതാണ് ഞാൻ തോന്നുന്നുണ്ട്. ഒക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കാം. പുതിയ ബണ്ടിൽ പൊട്ടിച്ചോണ്ടിരിക്കണാണ്. ഇനിയിപ്പൊ അടുത്ത ഫെസ്റ്റിവൽസിനൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതോ
ഇതെല്ലാം ടോപ്പ് ബോട്ടം സെറ്റ് ആ ഒരു 4 കളറിൽ തന്നെ വേണം. അപ്പൊ ഇത് ബോട്ടം ആണെങ്കിൽ ഇത് ടോപ്പ്, ഇത് ബോട്ടം ആണെങ്കിൽ ഇത് ടോപ്പ്. അപ്പൊ ഇത് സെയിം പ്രിന്റിലാണ് ഈ ഒരു 4 കളർ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമായിട്ട് എടുക്കണം. ഓക്കെ. പിന്നെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് സിംഗിൾ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഒരു കെട്ട് മാത്രം മതി എന്ന് വെച്ചാൽ കടക്കാർക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ റീസെയിലേഴ്സ് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ പിന്നെ ബുട്ടിക്കാർക്ക് സ്റ്റിച്ച് ചെയ്യണവർക്ക് യൂണിറ്റ്മാർക്ക് അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ യൂസ്ഫുൾ. അപ്പൊ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ. ഇത് ഫുൾ വരുന്നത് നമുക്ക് കോട്ടൺ. ഇത് പ്രിന്റിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് വരുന്നത് കാന്ത പ്രിന്റ് വരുന്നുണ്ട്. കാന്ത പ്രിന്റ്, പിന്നെ നോർമൽ കാന്ത ഇല്ലാത്തത് വരുന്നുണ്ട്. ഓക്കെ. ഇത് വരുന്നത് കാത്ത പ്രിന്റ്, ഇത് വരുന്നത് അജ്രക്കിന്റെ പ്രിന്റ്, നോർമൽ പ്രിന്റ് വരുന്നുണ്ട്, സാങ്കനറി പ്രിന്റ് വരുന്നുണ്ട്, ഇത് ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നുണ്ട്. അതെ, ഇത് பார்த்தா ഫ്ലോറൽ പ്രിന്റ്സിന് തന്നെ 4 കളറാണ് വരുന്നത്. ഇത് ഫുൾ ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ നോക്കുകയാണെങ്കിൽ എന്തോരം പ്രിന്റ്സ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ടോ. ഇത് ഫുൾ കോട്ടണിൽ ഇത്രയും അധികം പല പ്രിന്റ്. എനിക്ക് തോന്നുന്നു കൂടുതൽ കോട്ടണിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ കോട്ടണിലാണ് ഇവര് ഡീൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇത് ഫ്ലോറലിന്റെ അല്ലെ, കോട്ടണില് ഫ്ലോറലിന്റെ പ്രിന്റ് വരുന്നത്. അതില് കളേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണെങ്കിൽ ഡാർക്ക് കളേഴ്സിൽ വരും. ഏത് ഇത് ഇതുകൊണ്ട് ഇതാണ് 4 കളർ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 1 2 3 4 കേട്ടോ. ഈ കളർ മൊത്തം എടുക്കണം. അതുപോലെ പേസ്റ്റൽസ് വരുമ്പോൾ ഇത്, പിന്നെ ഇതൊരു ഇക്കത്തിന്റെ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. ഈ ഫുള്ള് ഇക്കത്തിന്റെ പ്രിന്റിൽ 4 കളേഴ്സ്. അപ്പൊ എന്തൊക്കെ ആയാലും 4 കളേഴ്സ് എടുക്കാം. പിന്നെ ഒരെണ്ണം സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട് അല്ലേ. ഓക്കെ. ഈ ഒരു സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് കുറച്ചുകൂടി കുറഞ്ഞ കോട്ടണിൽ വരുന്നതാണ്. അല്ല ഇപ്പൊ ഈ കാണുന്നത് മൊത്തം അപ്പൊ ഈ ലാസ്റ്റ് വരയ്ക്ക് ഫുൾ കോട്ടൺ തന്നെയാണ്. ഫുൾ കോട്ടൺ തന്നെയാണ്. അത് എത്ര 60-60 ആണ്? 60-60 ഓക്കെ. 60-60 കോട്ടൺ ആണ് കേട്ടോ. ഈ ഫുൾ ഇപ്പൊ നമ്മൾ കാണിച്ചത് ഇവിടുന്ന് തൊട്ട് ഈ അറ്റം വരെ ഫുൾ കാണുന്നത് കോട്ടണിൽ പല പ്രിന്റ്സിൽ 60/60 ആണ് കേട്ടോ ഈ കോട്ടൺ. അതിൽ അജ്രക്കിന്റെ പ്രിന്റ്, ഇക്കത്തിന്റെ പ്രിന്റ്, സാങ്കനേറിയ പ്രിന്റ് ഉണ്ട്, ബ്ലോക്ക് പ്രിന്റ് ഉണ്ട്, അങ്ങനെ പ്രിന്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് ഫുൾ അതിന്റെ കളക്ഷൻസ്. അപ്പൊ ഇനി ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 40/40 കുറച്ചുകൂടി ലോ ആ സംഭവമാണ് കോട്ടണിൽ ഇരിക്കുന്നത്. ഇത് കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് തള്ളി പോയിട്ടുണ്ട് അല്ലെ, ഇഷ്ടം പോലെ. അപ്പൊ ഇവിടെ നിന്ന് പ്രിന്റ് ഒന്ന് പിടിച്ചു നോക്കാം. നമുക്ക് ടോപ്പ് ബോട്ടം സെറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. 40/40 ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ടോപ്പ് ബോട്ടം സെറ്റ് ആണ്. സിംഗിൾ വരുമ്പോ ഏതാ വരുന്നത്? സിംഗിൾ വരുമ്പോ ഇത് വരും. സിംഗിൾ വരുന്നുണ്ട്. ഇത് ഫുൾ സിംഗിൾ സെറ്റ് ഒരു ബണ്ടിലായിട്ട് അങ്ങനെ എടുക്കണം. അതിൽ എത്ര മീറ്റർ ഉണ്ടെന്ന് അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതിട്ട്, എത്ര മീറ്റർ എത്ര പീസ് വരുന്നത്. ഇത് ഫുൾ അത് തന്നെ 40-40. പിന്നെ ഇത് നമുക്ക് ഇതിൽ തന്നെ 40-40 തന്നെ അജ്രക് പ്രിന്റ് വന്ന. ഓക്കെ. ഇത് അല്ലേ, ഇത് 40-40 തന്നെ അജ്രക്കിന്റെ പ്രിന്റ് വരുന്നുണ്ട്. 60-60 വരുന്നുണ്ട്. ഇപ്പൊ കാണിച്ചത് 40-40 ആണ് കേട്ടോ ഫുൾ വരുന്നത്. അതില് പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണെങ്കിലും 60-60 തന്നെ തന്നെയാണ്. ഇത് 60-60. അപ്പൊ ചോദിച്ചു മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടൂല. 60-60 അതുപോലെ 40-40 അല്ലെങ്കിൽ 40-60 നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 60 മുകളിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് കോട്ടൺ. അപ്പൊ ഇത് ഫുൾ 60-60 ഇപ്പൊ ഇരിക്കുന്നത്. അതിൽ പ്രിന്റ്സ് ഒന്ന് നോക്കിക്കോട്ടെ. 60-60 പ്രിന്റുകൾ, ഇതൊക്കെ പ്രിന്റുകളാണ് കേട്ടോ. കൂടുതൽ ഈ കാന്ത പ്രിന്റുകളും അജ്രക്കിന്റെ പ്രിന്റൊക്കെയാണ് കൂടുതലുള്ളത്. ഇത് അടിപൊളിയാണല്ലോ, ബ്ലാക്ക് വൈറ്റ് റെഡ് ഒക്കെ കൂടിയിട്ട്. ടോപ്പിൽ തന്നെ കുറെ പ്രിന്റ്സ് അവൈലബിൾ ആയിട്ട് വരും. ഇതൊക്കെ ടോപ്പിലാണോ? ടോപ്പ് ഉടുപ്പ് തയ്ക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റാന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം. ഇതൊക്കെ നോക്കുകയാണെങ്കിലും നമ്മളിപ്പോ നേരത്തെ ഇത് കണ്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു 20-25 ആ ഒരു വരുന്നുണ്ട്. അപ്പൊ എല്ലാം കാണിക്കാൻ പറ്റില്ല. അപ്പൊ കാരണം പ്രിന്റുകൾ എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ ഇതുമായി ഇപ്പുറത്തെ സെക്ഷനായി. ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ എന്താ പുതിയ ഒരു പ്രിന്റ് ആണിത്. കോട്ടൺ ലൂറക്സ് ലൈൻ എന്ന് പറയും. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. ഓക്കെ. അത് അപ്പുറത്ത് പോയിട്ടൊന്ന് ഞാനൊന്ന് എടുത്ത് ഒരെണ്ണം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ലൂറക്സിന്റെ അല്ലേ? ഇതാ എന്നുവെച്ചാൽ മെയിൻ ആയിട്ട് ഇതില് സിൽവറിന്റെ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതാണ് മെയിൻ ആയിട്ട്. പ്രിന്റുകൾ മാറി മാറി കിട്ടും. ഇതിൽ ഈ പ്രിന്റും അവൈലബിൾ ആണ്. അതിന് പല പ്രിന്റുകളുണ്ട്. ഇത് മെയിൻ ആയിട്ട് ബേസ് ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ. ഇത് ഫുൾ ബ്ലാക്കില് പല പ്രിന്റ്സില് കോട്ടൺ ലൂറക്സ് ലൈൻ വരുന്നത്, സിൽവർ ലൈൻ വരുന്നത്. പിന്നെ ഈ മുള്ളിരിക്കണ സംഭവം, പിന്നെ നമുക്ക് ഈ ലൂറക്സ് ലൈനിൽ തന്നെ ലൂറക്സ് ലൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇത് ലൈനില് സീക്വൻസ് വർക്ക് വേണ്ടെന്ന് വെച്ചാൽ അതെടുക്കാം, സീക്വൻസ് വർക്ക് വേണമെന്ന് വെച്ചാൽ ഇതെടുക്കാം. ഇതാവുമ്പോ ഇതിൽ സിൽവറിന്റെ ലൈൻ പോവില്ല, ത്രെഡ് വർക്കാണ് ഇതിൽ പോയിരിക്കുന്നത്. പിന്നെ ഫുൾ ബ്ലാക്കില് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. ആ പ്രിന്റിൽ കുറെ പ്രിന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതും ആ ഒരു അല്ല, ഇതൊക്കെ സെയിം. അപ്പൊ എത്ര പീസ് വേണമെങ്കിൽ ഇത് അല്ലേ? ഇതൊരു പ്രിന്റ്,
കൊറേ ഉണ്ട് കേട്ടോ, നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുത്ത് തപ്പിയെടുക്കണം. അപ്പൊ ഇതിൽ എത്ര മീറ്റർ വരും ഏകദേശം? 10 മീറ്റർ കട്ടായിട്ടാണ് നമുക്ക് വന്നത്. ഇത് ഈ സൈഡ് എടുക്കുമ്പോൾ മൊത്തം 10 മീറ്റർ കട്ട്. അപ്പൊ അതിന്റെ പ്രിന്റ്സ് ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലോ. ഇത് ഫുള്ള് വരുന്നത് നമുക്ക് ലൈനില് കോട്ടൺ ലൂറക്സിന്റെ തന്നെ സിൽവർ ലൈൻ വരുന്നത് ഇത് ഇത്ര വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് സ്വീക്വൻസ് വർക്ക് വരുന്നത്. ഇത് ഫുൾ നമുക്ക് 10 മീറ്ററിന്റെ ഒരു കട്ടായിട്ടാണ് നമുക്ക് പല ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കോട്ടണിലൊക്കെ ലെഹങ്കാസൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? കൂടുതൽ ലെഹങ്കാസൊക്കെ നമ്മൾ മെയിൻ ഫാബ്രിക്കിലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിലും ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. എടുത്തൊരു ബ്ലാക്ക് ആണല്ലോ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് റയോണിലാണ്. റയോണില് ഫോയിൽ പ്രിന്റും നോൺ ഫോയിലും വരുന്നുണ്ട്. ഇത് ടോപ്പ് ബോട്ടം സെറ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതില് കെട്ടിന്റെ അളവ് കുറച്ച് ഇതില് 50 മീറ്ററിന്റെ ബണ്ടിലായിട്ടാണ് നമുക്ക്. ഓക്കെ, കുറച്ച് വലിയ യൂണിറ്റുകാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അല്ലേ? അപ്പൊ ഇത് റയോണിന്റെ പല പല പ്രിന്റ്സ് ആണ് വരുന്നത് അല്ലെ? നമുക്ക് റയോണില് ഒരു പ്രിന്റിന്റെ തന്നെ 2 കളർ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സെക്ഷൻ വരും. അപ്പൊ ഇതിലാകുമ്പോ ഇത് ടോപ്പ്, അതുപോലെ ഇത് ബോട്ടം, ഇത് ടോപ്പ്, ഇത് ബോട്ടം, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ്. ഇനി ഡാർക്ക് ചാർട്ട് വേണമെന്ന് വെച്ചാൽ ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ടോപ്പ്, ഇത് ബോട്ടം. അപ്പൊ ഈ പ്രിന്റ് അടിപൊളി ആയിട്ടുണ്ടല്ലേ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടില്ലേ? പക്ഷെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അത് ഭയ്യ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ പ്രിന്റ് ഒന്ന് നല്ല രസമായിട്ടുണ്ട്. ഇത് നമ്മൾ കാണാത്ത ഒരു പ്രിന്റ് ആയതുകൊണ്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ബണ്ടൽ കുറച്ച് വലുപ്പമുണ്ടേ. ഭയ്യ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഒക്കെ ഹിന്ദിക്കാരാണ്, പക്ഷെ ഇവിടെ മലയാളി കുട്ടിയുണ്ട്, നമുക്ക് വേണ്ടി മലയാളം അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്. ഇത് എടുത്താൽ മതി. ഇത് അവരെടുത്തുള്ളൂ കണ്ടോ? ഇത് നല്ല പ്രിന്റ് അതിൻ്റെ ഒരു ഫോയിലിൻ്റെ നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് പിങ്ക് കളറും വരുന്നുണ്ട്. അതാ പ്രിന്റ് ഇതാ. കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഇത് എടുക്കാം, കുറച്ച് സട്ടലായിട്ട് വേണമെന്ന് വെച്ചാൽ ഇത് എടുക്കാം. കുറച്ച് ഡിഫറെൻറ്റ് പ്രിന്റ് ആയതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത്. ഇത് 50 മീറ്ററിന്റെ ബണ്ടലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് റയോണില് പറയുമ്പോൾ പല ക്വാളിറ്റിയിലും വരുന്നുണ്ട് അല്ലേ? ഇത് 60x60 വരുന്നതാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം റയോൺ ഫാബ്രിക്കിൽ തന്നെ നമുക്ക്. ഇത് ഫോയിൽ വരുന്ന ഫോയിൽ ഇല്ലാത്തതാ? ഫോയിൽ നമുക്ക് ബോട്ടത്തിനാണ് ഫോയിൽ വരാത്തത്. ഓക്കെ, ടോപ്പിന് ഫോയിൽ ക്യാപ്സുല് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് ഫുൾ കാണുന്നത് ഇതിന്റെ പ്രിന്റ്സുകളാണ് കേട്ടോ. ഈ മൊത്തം കാണുന്നത് ഇതിന്റെ പല പല പ്രിന്റ്സ് റയോണിന്റെ മെറ്റീരിയൽ. അപ്പൊ റയോണായി കോട്ടനായി. ഓക്കെ, ഇതൊക്കെ ഇരിക്കുന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് കോട്ടണിൽ നോക്കില്ല. ഇത് 10 മീറ്റർ കട്ടിൽ തന്നെ നമുക്ക് വരുന്നതാണ്. ലൂറക്സ് ലൈൻ അല്ലാതെ അടിയിൽ അക്കോബ പോലെ വലിച്ചേ മോളെ 1 2 3 അങ്ങനെ. നമുക്ക് ഇതില് വിട്ട് വരുന്നത് 48 വിട്ടിലാണ്. ഇത് എളുപ്പമല്ല. ഇത് എടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയില്ല. എന്താ സംഭവം എന്നറിയോ? അടിയിൽ ഇങ്ങനെ ഹക്കോബര വർക്ക് ദാമിന്റെ പോർഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബോട്ടം ടോപ്പിനായിരിക്കും മെയിൻ ആയിട്ട്. അപ്പൊ അത് 10 മീറ്റർ കട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതില് 48 വിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിട്ടും കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക്. അടിയിൽ ഇങ്ങനെ തയ്ച്ചു വരുമ്പോഴേ ഈ ഒരു ഹക്കോബര ഒരു വർക്ക് വരുമ്പോ അങ്ങനെയായിരിക്കും. അതിൽ പല പല കളേഴ്സ് അവൈലബിൾ കണ്ടോ? ഇത് കുറച്ചുകൂടിയും സട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതില് സെയിം ഇതിപ്പോ ഇത് രണ്ടും സെയിം പ്രിന്റാ? ഇത് എടുക്കുമ്പോ സെയിം 4 ഷെയ്ഡ് എടുക്കണോ? ഇല്ല, ഇത് സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പൊ ചിലതിൽ മാത്രം നമുക്കൊരു 4 ഷെയ്ഡ് എടുക്കണം എന്ന് നിർബന്ധമില്ല. ചിലതിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇവിടെ വരണം ഒരു നിർബന്ധമില്ല. എന്താ കാരണം എന്നറിയോ? ഓൺലൈനില്ലേ? ഓൺലൈൻ ഉണ്ട്. അപ്പൊ ഓൺലൈനിൽ എന്താ പ്രൊസീജിയർ? ഓൺലൈനിൽ നമുക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ അയച്ചാൽ അങ്ങനെ എടുക്കാം. അവർക്ക് അവരുടെ ഇത് നോക്കിയിട്ടാ നമ്മള് ചെയ്യാറുള്ളൂ. വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത്. ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട്? 8:30 തൊട്ട് 8:30 വരെ. വൈകിട്ട് 8:30 വരുമോ? ഞാനൊക്കെ വരൂലേ? 8:30 തൊട്ട് 8:30 വരെ. അപ്പൊ 12 മണിക്കൂർ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇതന്നെ അതിന്റെ തന്നെ പ്രിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കട്ടെ നമുക്ക്. ഇത് ഫുൾ റയോണിൽ തന്നെ പല പല പോച്ചമ്പള്ളി പ്രിന്റിലുണ്ട്. പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. കൂടുതൽ ക്യാപ്സൂളിന്റെ വരുന്നുണ്ട്, ഫോയിലിന്റെ. ഇതൊക്കെ അതിന്റെ അതൊക്കെ ടോപ്പ് ബോട്ടം ആയിട്ട് വരും. അത് രണ്ടും എടുക്കണം നിർബന്ധം ഉണ്ട് അല്ലേ? നമുക്ക് ടോപ്പ് ആ ഒരു പ്രിന്റിൽ 2 കളർ എടുക്കണമെന്ന് നിർബന്ധം. ഒറ്റയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രിന്റ്സ് ഒന്നുകൂടിയും ഇത് ഫുൾ റയോണിൽ. അപ്പൊ റയോണിലാണ് ഈ ഫുൾ കാണുന്നത് പ്രിന്റ്സ് ഒക്കെ 50ന്റെ. അപ്പൊ റയോണിൽ ഇപ്പൊ ഈ 50 പറഞ്ഞ ഇതില് ചെറിയ കട്ട് ഉണ്ടാ? ചെറിയ കട്ടില്ല, കുറവായിരിക്കും. കോട്ടണിൽ വരുമ്പോഴാണ് 25-20 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഇത് ഫുൾ റയോണിന്റെ. ഇത് നമുക്ക് വരുന്നത് കോട്ടണിൽ തന്നെ 60x60 ക്യാമ്പ്രിക് കോട്ടൺ വരുന്നത്. ഓ, ക്യാമ്പ്രിക് കോട്ടൺ. ഇത് ഫുൾ അത് തന്നെയല്ലേ? ഓക്കെ, ഇതിൽ ഇത്ര നമുക്ക് അത് തന്നെയാണ്. ഇത് ഫുൾ അല്ലേ? ഇതിൽ നമുക്ക് ഒരു പ്രിന്റിന്റെ 2 കളറാണ് അവൈലബിൾ ആയിട്ട്. ഇത് നല്ലതായിരുന്നു. ഇതൊന്നും എടുത്ത് കാണാനായിട്ട്
പയ്യനെ വീണ്ടും വിളിക്കേണ്ട അവസ്ഥയാവും. ഇതാ ഓക്കെ സെറ്റ് കിട്ടി. ഇത് നമുക്ക് ടോപ്പിന്റെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ പാന്റ് ഇല്ല, ടോപ്പിന്റെ പോലെ നമുക്ക് അടിക്കാം. ഇത് ടോപ്പ് മാത്രം, ടോപ്പ് മാത്രം. ഇത് കാംബ്രിക് കോട്ടൺ. കാംബ്രിക് കോട്ടൺ. ഇതിലിപ്പം ഈ കളറിൽ തന്നെ ഒരു 2 കളറായിട്ട് തന്നെ, ഒരു പ്രിന്റിൽ തന്നെ 2 കളർ. ഓക്കെ, അപ്പൊ ഈ ഒരു കളറും പിന്നെ ഈ ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അപ്പൊ അങ്ങനെ 2 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് രണ്ടും വരുന്നത്. ഇത് രണ്ടും അല്ലേ? അങ്ങനെ 2 ഷെയ്ഡ്. അത് എടുക്കണം ഫുള്ള് 50. എത്രയാ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ മിനിമം നമുക്ക്. അല്ല, ഇത് മുറിച്ചെടുക്കില്ലല്ലോ? മുറിച്ചെടുക്കും. ഇത് മുറിച്ചു കൊടുക്കും നമ്മള്. ഇത് മുറിച്ചു കൊടുക്കും. ഇത് മുറിച്ചു കൊടുക്കും. ഇതിന് പ്രശ്നമില്ല. എത്ര എടുക്കണം? മിനിമം ഒരു 15. 15, 1 മീറ്റർ 1/2 മീറ്റർ പറഞ്ഞിട്ട് ഓടി വരിക്കോട്ടാ. 15 വെച്ച് നമ്മള് മുറിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ കാംബ്രിക് കോട്ടൺ കഴിഞ്ഞു. ഇനി ഹക്കോബ പിന്നെ എല്ലാവർക്കും അറിയണതാണ്. ഫുട്ബോൾ ഹക്കോബ ഉണ്ട്, ചെറിയ ഹോൾസിന്റെ വരുന്നുണ്ട്. ഇതൊക്കെ ഹക്കോബയിലാ വരുന്നത് അല്ലേ? അപ്പൊ ഡാർക്കും അതുപോലെ തന്നെ പേസ്റ്റൽ. ഇതിലെത്ര മീറ്ററാ? ഇതിലൊക്കെ ആകുമ്പോ നമുക്ക് 20 മീറ്ററിന്റെ ബണ്ടിലായിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അത് ഫുൾ ആയിട്ട്. പിന്നെ ഈ ഇരിക്കണമെന്ന് നോക്കണ്ട, ഇവിടെ ഇരിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ വെച്ചിട്ടുള്ളൂ അല്ലേ? നിങ്ങൾക്ക് വേറെ നമ്മൾക്ക് വെയർ ഹൗസിൽ കുറെ ബണ്ടിലുണ്ട്. അവിടുന്ന് ആവശ്യമനുസരിച്ചിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് ആയാലോ? അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞു. അയ്യോടാ, ഞാൻ മൊത്തം വലിച്ചു വരുതേ കണ്ടു നിലത്തേക്ക് ഇട്ടു. ഇത് ഫുൾ കോട്ടന്റെയാ? കോട്ടൺ ആയി. ഇനി ബയ്യന്മാർക്ക് പണിയായി. എന്തായാലും ഇത് നോക്കാം. ഇത് ഫുൾ ടോപ്പ് ബോട്ടം അങ്ങനെയല്ലേ? ഒരു പ്രിന്റിന്റെ 4 കളറായിട്ട് 4 കളറാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാണാൻ സൗകര്യമായി നമുക്ക്. എന്തായാലും ഞാൻ തട്ടിയിട്ടതിന് ഒരു ഗുണം ഉണ്ടായി. ഇത് 2 കളർ. ഇത് ടോപ്പ് ബോട്ടം അങ്ങനെ ആയിട്ട് വരുന്നത് അല്ലേ? അങ്ങനെ. പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. ഇത് ബോട്ടം, ഇത് ടോപ്പ് അങ്ങനെ. എന്തായാലും ഇത് കാണിക്കാൻ സൗകര്യമായി. ഇനിയിപ്പോ ഈ സൈഡ് എന്താ ഇരിക്കുന്നത്? ഇത് നമുക്ക് അക്കോബയിൽ തന്നെ പ്രിന്റഡ് അക്കോബ വരും. പ്രിന്റഡ് ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത്. അതില് എളുപ്പമല്ല ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാന്ന് വെച്ചിട്ട്. ഇത് കണ്ടോ, ഈ പ്രിന്റ് ഇതേപോലെ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. കൂടുതൽ ഹക്കോബയിലാണ് വരുന്നത്. അപ്പൊ ഇത് ഫുൾ ഹക്കോബേര പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നത് ഫുൾ. അപ്പൊ ഇത് കഴിഞ്ഞു ഹക്കോബേര. ഇനി ഈ ഒരു പോർഷൻ എന്താ വരുന്നത്? ഇത് റയോണില് ത്രെഡ് വർക്ക് വരുന്ന ത്രെഡ്. ഈ കാണുന്നതൊന്നും പ്രിന്റ് അല്ല കേട്ടോ. ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. അതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് റയോൺ നമ്മൾ അവിടെ കണ്ടത് ആ സെയിം അല്ലേ? ടോപ്പ് ബോട്ടം ഇല്ല, ഇത് മൊഡാലിൽ വരുന്ന മെറ്റീരിയൽ ആണ്. മൊഡാൽ സിൽക്കിൽ സെമി. പക്ഷെ കാണുമ്പോ റയോൺ ഫീൽ ചെയ്യാൻ വരുന്നത് സെമി ആണ് അല്ലേ? സെമി മോഡൽ. ടോപ്പ് ബോട്ടം ഷോൾ അങ്ങനെ 3 പീസ് സെറ്റ് ആയിട്ട് അത് വരുന്നത്. എന്തായാലും നോക്കാൻ നിൽക്കുന്നത്. അതായത് മോഡലിന്റെ തൊടുമ്പോഴായിട്ട് ആ ഒരു ഫീലിംഗ് കിട്ടണ വെക്കും അവിടെ കറക്റ്റ് ആ ഒരു ഫാബ്രിക് കാണുമ്പോ നമുക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോ റയോൺ ആയിട്ട് ഫീൽ ചെയ്ത, തൊടുമ്പോഴാണ് ഒരു സിൽക്കിനെസ്സും ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്ത. അപ്പോഴാണ് മനസ്സിലായത്. പാന്റ് വരും. ഇത് ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. ഇത് ടോപ്പ് കേട്ടോ. അതിന്റെ നമുക്ക് 2 കളേഴ്സ് അവൈലബിൾ. ഇത് എത്ര? ഇത് മുറിച്ചെടുക്കോ? ഇത് മുറിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ടോപ്പ് ബോട്ടം ഷോൾ, ടോപ്പ് ബോട്ടം ഷോൾ അങ്ങനെ സെറ്റ് ആയിട്ടാ വരുന്നത്. ഇത് ടോപ്പ് ബോട്ടം പിന്നെ ഷോൾ അങ്ങനെ 3 പീസിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം മുറിച്ചെടുക്കാം എന്ന് പറയണത് അതെങ്ങനെയാന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ഹക്കോബേര കുറച്ചവിടെ കണ്ടോളൂ. ഇത് ഫുൾ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഈ കണ്ടത് മൊത്തം ഹക്കോബേര കളേഴ്സ്. ഹക്കോബേല തന്നെ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള. മറ്റേത് ഫുട്ബോൾ ഹക്കോബ ആണെങ്കിൽ ഇതൊരു ചെറിയ ഹോൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് നേരത്തെ കണ്ട നമ്മൾ ഹക്കോബേര തന്നെ അവിടെ പല വർക്ക് ഇതിൽ വരുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് അതില് സീക്വൻസ് വർക്ക് വരുന്നില്ല. ഇതില് വരുമ്പോ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതില് സൈഡില് ബോർഡറും വരുന്നുണ്ട്. അത് 44 വിഡ്ത്തിന്റെ നമുക്ക് അതിൽ വരുന്നത്. ഇതാകുമ്പോഴത്തേക്കും 46 വിഡ്ത്ത് ഒക്കെ. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വെക്കണമ്പോ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടില്ല. ചോദിച്ചു മേടിച്ചോളാം. കാണുമ്പോ നമുക്ക് അതായിട്ടേ തോന്നുള്ളൂ, പക്ഷെ എടുത്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞെടുത്ത് ഓക്കെ കണ്ടോ, ഇവിടെ സൈഡിൽ ഇങ്ങനെ ബോർഡർ. അടിവശം ദാമന്റെ പോർഷനിൽ ഇങ്ങനെ ബോർഡർ വന്നിട്ട് സീക്വൻസ് വർക്കും ഹക്കോബേര ഡീറ്റെയിലിംഗും ഡിജിറ്റൽ പ്രിന്റും എല്ലാം കൂടിയിട്ടായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു സെക്ഷൻ എന്തായിരിക്കും? താഴത്തെ പോർഷൻ ഇതെല്ലാം നമുക്ക് ആ 60x60 തന്നെ കോട്ടണിൽ തന്നെ വരുന്നത്. ബോട്ടം സെറ്റ് തന്നെ ഈ ഫുൾ കാണുന്നത് കേട്ടോ. പിന്നെ ഇതിലാവുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഇതൊക്കെ സിംഗിൾ ആയിട്ട് നമ്മൾ ഓരോ ബണ്ടലായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് സ്പേസ് നമുക്ക് നടക്കാനുള്ളതുള്ളൂ, അതുകൊണ്ട് എടുത്ത് കാണിക്കാനും ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ കാണിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊക്കെ വേണം അല്ലേ? ഇതിപ്പോ ഇങ്ങനെ സിംഗിൾ ഏത് വേണമെങ്കിലും എടുക്കാം അല്ലേ? ഇത് വേണമെങ്കിൽ ഇത് എടുക്കാം, ഇത് വേണമെങ്കിൽ ഇത് എടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും സെറ്റ് ഇല്ല, നിർബന്ധമില്ല. പക്ഷെ എടുക്കണത് ഇത് ഫുൾ ഇങ്ങനെ മുറിക്കാണ്ട് ഇങ്ങനെ എടുക്കണം അല്ലെ? ഇല്ല, മുറിച്ചെടുക്കണവർക്ക് മുറിച്ചെടുക്കാം. പക്ഷെ 15 മീറ്റർ എടുക്കണം. പിന്നെ ഹോൾസെയിൽ ആണ്, അത് വീണ്ടും എടുത്ത് പറയാൻ കേട്ടോ. അപ്പൊ ഇത്
ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പഴത്തെ ഇതൊക്കെ എന്താ ഐറ്റംസ്? ഇതെല്ലാം ആ ഒരു ടോപ്പ് ബോട്ടം സെറ്റിൽ തന്നെ ഓക്കെ. ആ 60x60 സെയിം. അതില് പല പല പ്രിന്റ്സ് അവൈലബിൾ ആ. കണ്ടോ, ഇതൊക്കെ അതിന്റെ പല പല പ്രിന്റ്സുകളാണ് വരുന്നത്. ഇത് നോക്കിയാൽ ഇതൊക്കെ 4 ഡിഫറെന്റ് കളർ ബേസ് സെയിം ആയിരിക്കും, പക്ഷെ ഒക്കെ ഡിഫറെന്റ് പ്രിന്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ അതിന്റെ തന്നെയാണ്. അതിന്റെ കളർ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നല്ല വെയിറ്റും ഉണ്ട്. ഇതും സെയിം തന്നെ കോട്ടൺ. അപ്പൊ കോട്ടനായി, ഹക്കോബയിൽ സ്വീക്വൻസ്, ഡിജിറ്റൽ വർക്കായി. ഇനി ഇപ്പഴത്തെ സൈഡിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ലിനനിൽ വന്നതാണ്. ഇത് കോട്ടൺ ഷിമ്മറി ആയിട്ടുള്ളത്. ഷിമ്മറി ആയിട്ട് അത് ചെക്ക്. അത് എടുക്കാൻ എളുപ്പമല്ല അല്ലേ ഭയ്യ? ഇതോന്ന് പറഞ്ഞ മോളിന്ന് നല്ല സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉഷാറാണ്. ഇത് കോട്ടച്ചക്കിൽ തന്നെ കുറച്ച് ഷിമ്മറി ആയിട്ടുള്ള ടൈപ്പ് ഇട്ട് കാണുമ്പോൾ അതിൽ ഡിജിറ്റൽ പ്രിന്റ്. ഈ പ്രിന്റുകൾ ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള പ്രിന്റുകളാവും കിട്ടുക അല്ലേ കൂടുതൽ കോട്ടച്ചക്കിൽ കേട്ടോ. പിന്നെ ഇത് ലിനനിൽ വന്ന മെറ്റീരിയൽ ഇതില്ലേ? ഞാനും കൂടി ഹെൽപ്പ് ചെയ്യണ? തലയിലേക്ക് വേണ്ട. ഇതാ ലിനന്റെ. ഇത് ലിനനിൽ വന്നതാണ്. ലിനന്റെ ഇതുപോലെ പ്രിന്റ്. അത് പിടിക്കുമ്പോ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് അറിയാം. ഇതിൽ പിടിക്കുമ്പോ ആ ഒരു ഗ്ലേസിംഗിന്റെ ആ ഒരു കോട്ടച്ചക്കിന്റെ ആ ഫീലിംഗ്. പിന്നെ ബുട്ടിക്കാർക്ക് പറഞ്ഞു തന്നെ ആവശ്യമില്ല, അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഇത് ഫുൾ ലിനന്റെയിലും ഉണ്ട്, കോട്ടച്ചക്കിലും ഉണ്ട്. ഇത് നമുക്ക് ടിഷ്യൂല് പ്രിന്റഡ് ആയിട്ട്. ഇത് ബേസ് വരുന്നത് സെയിം ഈ ഒരു കളർ. അതിൽ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. ഇതും സെയിം തന്നെയാ. ഇത് ലിനൻ തന്നെയാണ്. ലിനനില് നമ്മൾ നേരത്തെ കണ്ടതിന്റെ അതിന്റെ പല പല പ്രിന്റുകള്. ഇനി മെയിൻ ഫാബ്രിക് ഇത് വിചിത്രയില് സ്വീക്വൻസ് വർക്ക്. മെയിൻ ഫാബ്രിക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് കൂടുതൽ കോട്ടൺ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും മെയിൻ ഫാബ്രിക് ഇവിടെ ഉണ്ട് താനും കേട്ടോ. ഇത് ജോർജറ്റില് വർക്ക് വരുന്നത്, ത്രെഡ് വർക്ക് വരുന്നത്. ഇതാണ് നമുക്ക് ആ വിചിത്ര എന്ന് പറയുന്നത്. വിചിത്രയില് ശരിക്കും എടുക്കുമ്പോൾ അറിയാം അതിൽ ബോർഡർ ഉണ്ടോ, ദാമന്റെ പോർഷനിൽ വർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇതും ജോർജറ്റിൽ തന്നെ ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ, ഫുൾ. ഇനി ഇത് ക്രേപ്പ് അല്ലേ ഇതൊക്കെ? ഇതെല്ലാം ഡെൽറ്റ പ്രിന്റ് എന്ന് പറയും. നമുക്ക് ഫ്രോക്ക് ഒക്കെ അടിക്കാനായിട്ട് പറ്റിയ മെറ്റീരിയൽ. ഡെൽറ്റ പ്രിന്റില് പല കുറച്ച് ശരിക്കും കാണുമ്പോ ഒരു ക്രേപ്പിന്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് അല്ലേ? ഇത് എത്ര മീറ്റർ? 120-150. വെറുതെ അല്ല, 120 മീറ്റർ കേട്ടോ. ക്രഷ് ഒരു ഫീലിംഗ് ആ ഒരു ഫൈബ്രിക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡെൽറ്റ പ്രിന്റ് വരുന്നത് കേട്ടോ. ക്രഷ് മെറ്റീരിയൽ ആണ് ഇത് ഫുൾ. അതിന്റെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. താഴത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പ്രിന്റ്സ് ഉണ്ട്. നമുക്ക് ഒരു പ്രിന്റിന്റെ 4 കളർ അങ്ങനെ വരും. അങ്ങനെ അപ്പൊ ഇത് ഇപ്പൊ ഈ 120 എന്നൊക്കെ പറഞ്ഞു, ഈ 120 എടുക്കണം നിർബന്ധം ഇല്ല. നമുക്ക് 20 മീറ്റർ കട്ടായിട്ട് അങ്ങനെ എടുക്കാം. 20 മീറ്ററെങ്കിലും മുറിച്ചെടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് നെറ്റില് വർക്ക് വരുന്നത്, സ്വീക്വൻസ് വർക്ക് വരുന്നത്. ഫുൾ സ്വീക്വൻസ് വർക്ക് അല്ലേ? നെറ്റിൽ തന്നെ ഫുൾ മെയിൻ ഫാബ്രിക് സ്വീക്വൻസ് വർക്ക് വരുന്നത്. ഇതും നെറ്റിൽ തന്നെ. അതിൽ പല പല മോഡൽസ് വരുന്നത്. ഇത് നെറ്റ് തന്നെയാണോ? അതെ നെറ്റ് തന്നെ കേട്ടോ. നെറ്റിൽ തന്നെ സ്വീക്വൻസ് വർക്ക്. അത് കാണുമ്പോൾ ശരിക്കും ജിമ്മിച്ചൂരെ പോലെ ഫീൽ ചെയ്തു. അതാ ഞാൻ എടുത്ത് വന്ന് നോക്കിയത്. പക്ഷെ നെറ്റാണ്. നെറ്റിന്റെ ഇത് ഫുൾ നെറ്റിൽ തന്നെ കേട്ടോ. ഇഷ്ടം പോലെ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതൊന്ന് പറഞ്ഞേ. ഇത് നമുക്ക് നെറ്റിലല്ല വരുന്നത്. നെറ്റല്ല, ഇത് എന്തോ വേറെ ഫാബ്രിക് ആണ് കേട്ടോ. ഇത് എന്തായാലും ഫാബ്രിക്കിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഭയ്യ ഈ ഫാബ്രിക് ആണ് നമുക്ക് നെറ്റ് തന്നെയാണെന്ന് പറയണേ. പക്ഷെ ഇത് നെറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നെറ്റ് തന്നെയാണ് കണ്ടോ. നെറ്റ് ആയിട്ട് ആ ഫീലിംഗ് വരുന്നില്ല കേട്ടോ. അത് ഫുൾ ഇങ്ങനെ സീക്വൻസ് വർക്ക് ആയിട്ട് നല്ല ഫുൾ കളർഫുൾ ആയിട്ടുള്ളത്. നല്ല ഗൗണൊക്കെ തയ്ക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. അതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഫുൾ അതിൻ്റെ കളേഴ്സാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മറന്നു. ഇവിടെ നമുക്ക് വിസ്കോസ് മെറ്റീരിയൽ വരുന്നതാണ്. വിസ്കോസ് മെറ്റീരിയല് ഫുൾ 4-5 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ ഈ 4 ഷെയ്ഡ് എടുക്കണം? ഇല്ല, സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കാം. ഓക്കെ. വിസ്കോസിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും വിസ്കോസ് തന്നെയാ? ഇതെല്ലാം വിസ്കോസ്. ഇതൊക്കെ വിസ്കോസിൽ കേട്ടോ. വിസ്കോസിന്റെ തന്നെ കളേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ. വിസ്കോസിൽ തന്നെ പല പല കളേഴ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ കുറേ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഈ പ്രിന്റുകളൊക്കെ ശരിക്കും ഇവിടെ വന്നാലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിസ്കോസ് എന്ന് പറഞ്ഞില്ല, ആ വിസ്കോസിന്റെ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. കണ്ടോ, ഇത് ഫുൾ അതിന്റെ കളേഴ്സാണ്. ഇനി ഇത് ഫുൾ എന്താ സംഭവം വരുന്നത് ഈ പ്രിന്റില്? ഇതെല്ലാം റയോണില് പ്രിന്റ് വരുന്നതാണ്. റയോണിലാണ് ഈ ഫുൾ പ്രിന്റുകൾ കേട്ടോ. കുറേ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതും
കുറെ ഇങ്ങനെ ബണ്ടൽ കാണുമ്പോൾ എടുത്ത് പൊന്തിക്കാൻ എളുപ്പമില്ല, അതിനൊക്കെ പയ്യന്മാർ തന്നെ വേണം, അവരൊക്കെ കറക്റ്റ് ആയിട്ട് ഇത് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇത് നമുക്ക് വരുന്നത് ടോപ്പ് ബോട്ടം ഷോള് 3 പീസ് സെറ്റിൽ വരുന്നതാണ്. ജയ്പൂരി സ്റ്റൈൽ ടോപ്പ് ബോട്ടം ഷോൾ ആയിട്ട് വരുന്നത് ജയ്പൂരി സ്റ്റൈൽ. അപ്പൊ നമുക്ക് ഒരു പ്രിന്റിന്റെ 4 കളറായിട്ട് വരുന്നുണ്ട്. അത് 4 കളറിൽ നിന്ന് എടുക്കണം. പിന്നെ ഇതിൽ എത്ര മീറ്റർ ഉണ്ടാവും? ഇതില് മിനിമം 30-35. അത് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം, മുറിച്ചെടുക്കില്ല? എടുക്കാൻ പറ്റും എന്ന് പറയണം. അപ്പൊ എന്തായാലും ആ ഷോളിന്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം. ഷോള് നമുക്ക് വേണ്ടത് 2.5 വിട്ടില് ആ ഒരു ഇതിലാണ് വരുന്നത്. ഇതിലൊക്കെ ആണെങ്കിൽ ഒരു പീസ് ഷോള് അങ്ങനെ മുറിച്ച് നമുക്ക് കിട്ടും. പെർ മീറ്റർ അല്ല, ഷോളായിട്ട് അങ്ങനെ മുറിച്ചെടുക്കാം. അപ്പൊ അതിന്റെ കുറെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഈ പ്രിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കാം. നമുക്ക് പല മോഡൽ പ്രിന്റ്സിൽ കോട്ടൺ ആണ് കേട്ടോ ഈ ഫുള്ള് വരുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണമെങ്കിൽ അതും ഉണ്ട്. പിന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ അതിൽ ലെവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ടോപ്പ് ബോട്ടം നല്ല നല്ല കളേഴ്സ് അല്ലേ, ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ്. അപ്പൊ ഇത് ഫുള്ള് ടോപ്പ് ബോട്ടം ദുപ്പട്ടേരെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് പ്യുവർ അജ്രക്കില് വരുന്ന മെറ്റീരിയൽ. പ്യുവർ ആണ്. നേരത്തെ അവിടെ കണ്ടത് സെമി ആണ്, ഇത് പ്യുവറിലാണ് വരുന്നത്. പ്യുവറിൽ കുറെ പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ പല പല പ്രിന്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത് എങ്ങനെ കെട്ട് വരുന്നത്? ഇത് നമുക്ക് ഹെവി കോട്ടൺ അജ്രക് പ്രിന്റ് വരുന്നത്. അപ്പൊ എത്ര കെട്ടായിരിക്കും ഇത്? 20-25? ഇത് 25-36. പക്ഷെ എന്നാലും മുറിച്ച് തരും. അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഇങ്ങനെ മുറിച്ച് തരും എന്ന് പറയുമ്പോൾ തന്നെയാ. അപ്പൊ അജ്രക്കിന്റെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇത് ഫുൾ അതിന്റെ കളക്ഷൻസ് ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവാണെങ്കിൽ ഇവിടെ നിന്നാണ് പോണ്ടേ? ഇങ്ങനെ പോവാ. കൊറേ ഉണ്ട്. അപ്പുറത്തെ ആൾക്കാർ കയറുമ്പോൾ ആ ഒരു ഭാഗം മാത്രമേ കാണൂന്ന് അങ്ങനെ വിചാരിക്കുള്ളൂ. പക്ഷെ അവിടെയല്ല, ഇപ്പുറത്തെ സൈഡും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡ് എന്താ? ഇപ്പുറത്തെ നിൽക്കു കുട്ടി എന്നാലാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. ഇതെല്ലാം ആ ഒരു കോട്ടണിൽ തന്നെ അജ്രക് പ്രിന്റ്. ഇത് ഈ പ്രിന്റുകളൊന്ന് ജസ്റ്റ് നോക്കിയേ എങ്ങനെയാണ് വരുന്നത്. ഇതും സെയിം കോട്ടണിൽ തന്നെ വരുന്നത്. കോട്ടണിൽ തന്നെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. കൂടുതൽ അജ്രക്കാണ് അവൈലബിൾ ആണ്. ഓക്കെ, സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കാണിക്കാണ്. ഇതാണെങ്കിൽ നമുക്ക് കോട്ടൺ ഫ്ലെക്സിൽ വരുന്നതാണ്. ഇത് ഇങ്ങോട്ട് വരൂ. ഇതാണെങ്കിൽ കോട്ടൺ ഫ്ലെക്സ്. ഓക്കെ, കോട്ടൺ ഫ്ലെക്സിൽ തന്നെ ഇത് പല പ്രിന്റ് ആണ്. ഇതിനെ ഒരു കെട്ടായിട്ട് എടുത്താൽ മതി അല്ലേ? ഓക്കെ, ഇത് എടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, റോൾ ആയിട്ട് എടുക്കണമെങ്കിൽ റോൾ ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ഈ പ്രിന്റുകളൊന്നൊന്ന് നോക്കൂ. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കാണിച്ചെന്നില്ലെങ്കിൽ മോശമാവും. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കിടക്കേണ്ടത്. ഇത് ഫുള്ള് ഇത്രയും പ്രിന്റ്സ്, ഇത്രയും വെറൈറ്റീസ് എവിടെ കിട്ടും? നമ്മുടെ മാതില്യയില്. ഇനിയും കാണിക്കാൻ ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇതൊന്നും നമ്മൾ കാണിച്ചില്ലല്ലോ. ഇത് എന്തൊക്കെയാ വെറൈറ്റീസ്? ഇത് മൊഡാലില് വരുന്നതാ, സെമി മൊഡാലില് വരുന്ന. അല്ല, ഒറിജിനലും വരുന്നുണ്ട്, ഡൂപ്പും വരുന്നുണ്ട്. ഡൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയും, പച്ച മലയാളത്തിൽ. പക്ഷെ ശരിക്കും പറയുമ്പോ ഇവരുടെ ഭാഷയിൽ പറയണത് സെമി ഒറിജിനൽ പ്യുവർ ആയിട്ടുള്ളതും. അപ്പൊ ഇത് സെമിയില് വരുന്നത് നമുക്ക് ഇവിടെ. അപ്പൊ ഈ കാണുന്നത് മൊത്തം സെമിയില് വരുന്ന മൊഡാൽ സിൽക്ക് 44 വിഡ്ത്തിന്റെ വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ചു നോക്കാം. പക്ഷെ ഈ പ്രിന്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ മാത്രം കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രിന്റുകൾ മാറിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ വെറൈറ്റീസ് വരും. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം? കോട്ടൺ ഫ്ലെക്സിൽ വരുന്നതാണ്. ഇതിലും നമുക്ക് കളർ ചാർട്ട് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ 4 കളറായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് പീച്ച്, ഗ്രേ, യെല്ലോ അങ്ങനെ 4 കളർ. പിന്നെ അതിൽ തന്നെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഇത് നോക്കിയാൽ മൊത്തം നമുക്ക് ഫുൾ ടൈം ഓൾ ടൈം എല്ലാരും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സാധനമാണ് ക്രേപ്പ് പ്രിന്റ്. അത് ക്രേപ്പില് കൂടുതലായിട്ട് പോണത് ക്രേപ്പിൽ നിന്നാണ്. കൂടുതലായിട്ട് എല്ലാവരും എടുക്കുന്നത് ഇതാണ് കൂടുതൽ. ഇത് കുറച്ച് ലാഭം ഉണ്ട്, നമുക്ക് തയ്ച്ച് വിൽക്കുമ്പോൾ കുറച്ച് മാർജിൻ കൂടുതൽ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഫുൾ ക്രേപ്പിലാണ്. അപ്പൊ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. പല പ്രിന്റ്. ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന്റെ കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് തന്നെ ക്രേപ്പില്. ഇത് ഫുൾ കേട്ടോ. അപ്പൊ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇഷ്ടം പോലെ ക്രേപ്പിന്റെ ഫ്രോക്ക് ഇട്ട് തയ്ക്കുക. എങ്ങനെ കുർത്തീസോ എങ്ങനെയാണ് കൂടുതൽ നമുക്ക് കൂടുതൽ ഇതാണ് നമുക്ക് ഇവിടെ കൂടുതൽ സെയിൽ ആവുന്ന സാധനമാണ് ക്രേപ്പില്. ഇപ്പൊ എന്താ പറയാ, യൂണിഫോം ആയിട്ട് തയ്ക്കാനായിട്ട്, പിന്നെ ക്രിസ്മസിന്റെ സമയത്ത് പ്രേ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ ഫ്രോക്ക് ഒക്കെ ഇട്ട് നിൽക്കാനായിട്ട്, അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ മൂവിങ് ആണ്. പിന്നെ നമുക്ക് ഡിസൈൻ വേറെ പ്രിന്റ് ഒക്കെ അവിടെ അവൈലബിൾ ആയിട്ട്. അതിപ്പോ കാണിച്ചത് ഇപ്പൊ റെഡ് ആൻഡ് വൈറ്റ് അല്ലാത്ത 365 ഡേയ്സ് ഓടുന്ന കളക്ഷൻസ് ആണ് ക്രേപ്പിന്റെ പ്രിന്റിൽ കേട്ടോ.
അപ്പൊ ഇത് ഫുള്ളായി. പിന്നെ ഇത് ഫുൾ ക്രിസ്മസിന്റെ കളക്ഷൻ ഫുള്ള് വന്നിരിക്കും. ഇത് ഫുൾ റെഡ് ആൻഡ് വൈറ്റ് ക്രിസ്മസിന്റെ കളക്ഷൻസ് ആണ്. ഏത് പ്രിന്റ് ഏത് മോഡൽ വേണമെങ്കിലും ഒക്കെ ജോർജറ്റ് പ്രിന്റിൽ വരുന്നുണ്ട്, സെൽഫ് പ്രിന്റിൽ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, തന്നെ സെൽഫ് പ്രിന്റ് അതില് പോൾക്കാട്ട് കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ ഒരു സ്റ്റൈലില് സാരി ഒക്കെ കൊടുത്തിട്ട് അതിന്റെ പ്ലെയിൻ വേണമെങ്കിൽ അങ്ങനെയും വരുന്നുണ്ട്. ഇതിന്റെ തന്നെ സെയിം ഒറ്റ പ്രിന്റ് ആയിട്ട് ഇത് ബൂട്ടാസ് വരുന്നത് പട്ട വർക്ക് വരുന്നുണ്ട്. ബൂട്ടാസിന്റെ തന്നെ പല പല ബൂട്ടാസ് വരുന്നുണ്ട്. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട്, റെഡ് വേണമെങ്കിൽ റെഡ് ഉണ്ട്. ഇത് ജോർജറ്റില്, ഇത് ക്രേപ്പിൽ തന്നെ ഡൗ പ്രിന്റിൽ വരുന്നതാണ്. ക്രഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, ഇതും ക്രഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത്. അപ്പൊ ക്രിസ്മസിന് എന്തോരം വെറൈറ്റീസ് ചോദിച്ചത്. ഇത് ഫുൾ എടുക്കണോ? ഇത് ഫുൾ ആയിട്ട് എടുക്കണം. നമ്മൾ മിനിമം 20 മീറ്റർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ ക്രിസ്മസിൽ നോക്കി ഇത് തന്നെ നെറ്റില് വർക്ക് വരുന്നത് കേട്ടോ. ഇത് ഫുൾ നെറ്റിന്റെ വർക്കില് അല്ലെ. ഇതിലും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇതും ഇരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ, പ്ലെയിനില് അല്ലെ. ഓക്കെ, ഇത് ഫുൾ വിചിത്രയില്. നമുക്ക് ഇതില് 2 ക്വാളിറ്റി ഉണ്ട്, ബ്ലൂമിംഗും ഉണ്ട് നോൺ ബ്ലൂം ഇതായിട്ടുള്ളത്. ഓക്കെ, നോർമൽ ആയിട്ടുള്ളതുകൊണ്ട് ബ്ലൂമിംഗും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനായി. പിന്നെ നമുക്ക് ജോർജറ്റിൽ തന്നെ ജോർജറ്റ് സിൽക്ക് ആയിട്ട് വരുന്നുണ്ട്. ഇതില്ലേ കുറച്ച് തിളക്കുണ്ടാവും, തോന്നിക്കുന്ന വിധത്തില്. ഈ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണോ എങ്ങനെയാ? അതെ, അതൊക്കെ നമ്മുടെ തന്നെ ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ മെറ്റീരിയൽ ഏതാ? ഇതൊക്കെ നമുക്ക് സ്ലബില് വരുന്നുണ്ട്, ടസർ സിൽക്കിൽ വരുന്നുണ്ട്. ഓക്കെ, പ്ലെയിനിൽ തന്നെ എല്ലാ മെറ്റീരിയൽസ്. അപ്പൊ പിന്നെ നമുക്ക് വരുന്നതാണ് പ്രിന്റിൽ തന്നെ ഖാത്ത പ്രിന്റിൽ അവിടെ നമ്മൾ കണ്ടതിന്റെ പ്ലെയിൻ തന്നെ വരുന്നത്. ഓക്കെ, മറ്റുള്ള ഡിജിറ്റൽ പ്രിന്റ് ഉണ്ടാവും. ഇതിൽ വെറും കാന്താര പ്രിന്റ് മാത്രമായിട്ട് വരുന്നത് കേട്ടോ. ശരിക്കും അത് എടുത്ത് കാണിക്കുമ്പോഴാണ് അതിന്റെ ഒരു അറിയാൻ പറ്റുക. പക്ഷെ നല്ല തിരക്കല്ല ആക്ച്വലി. അവിടുന്ന് എത്തുന്നില്ല, രണ്ടാൾക്കും എത്തുന്നില്ല. എത്തിക്ക്, ഇത് എന്റെ പൊന്നെ എത്തിച്ചു. ഇത് പ്ലെയിനിൽ കേട്ടോ, കാന്താര പ്രിന്റ്. അതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് ജോർജറ്റ് ആണ് വരുന്നത്. ജോർജറ്റ് ഏത് കളറൊക്കെ ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചതാണ്. നമുക്ക് ജോർജറ്റിന്റെ റെഡ്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ, പിങ്ക്, അങ്ങനെ ഡബിൾ ഷെയ്ഡ് വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡ്. ഇതാണ് ജോർജറ്റിൽ വരുന്നത്. എന്റെ പൊന്നു, കളർ കണ്ടോ, നല്ല അടിപൊളി കളർ. ഇത് അടിപൊളി. അതിന്റെ ഇത് ഫുൾ ഇങ്ങനെ എടുക്കണ വേണ്ട 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 എങ്ങനെ എടുക്കണം? അപ്പൊ നമുക്ക് മിനിമം 20 വെച്ച് കട്ട് ചെയ്യാം. ഇതിലായാലും 58 വിഡ്ത്താണ് വരുന്നത് അതിൽ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഫുൾ ജോർജറ്റും അത് പല മെറ്റീരിയൽസ് പ്ലെയിന്റെ മാത്രമുള്ള ഒരു കളക്ഷൻസ് ആണ്. ഈ ഏറ്റവും തൊട്ട് ഏറ്റവും വരെ കാണുന്നത് മൊത്തം. അപ്പൊ ഇത് ഫുൾ പ്ലെയിന്റെ ഇത്രയും അധികം കളേഴ്സ് എവിടെ കിട്ടും? മാതിലയില് കിട്ടും, ടെക്സ്റ്റൈൽസ്. പിന്നെ നമുക്ക് വരുന്നത് റയോണിൽ തന്നെ റിങ്കിൾ റയോൺ പ്ലെയിൻ വരുന്നതാണ്. ഓക്കെ, റിങ്കിൾ റയോണിൽ കേട്ടോ, പ്ലെയിൻ വരും. അത് പ്ലെയിൻ ഇതിൽ വരുന്നുണ്ട്. അതിന് തന്നെ വർക്ക് ഉള്ളത് വരുന്നുണ്ട്, പ്രിന്റ് ഉള്ളത്. പ്രിന്റഡ് നമ്മുടെ കൂടുതലില്ല, കൂടുതൽ പ്ലെയിൻ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കൂടുതൽ കോട്ടൺ റയോണിലാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ പ്ലെയിനിൽ തന്നെ ഇത്രയും അധികം. അതിൽ ജോർജറ്റ് വരുന്നുണ്ട്, ക്രഷ് മെറ്റീരിയൽ വരുന്നുണ്ട്, റയോണിൽ വരുന്നുണ്ട്, പ്രിന്റഡ് ആയിട്ട് വരുന്നതുണ്ട്. അങ്ങനെ അങ്ങനെ എന്ന് വെച്ചാൽ പ്ലെയിനിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ ഒരുവിധം. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറഞ്ഞില്ലല്ലോ നമ്മള്. ഇതെല്ലാം നമുക്ക് ജോർജറ്റ് പ്രിന്റില് സെൽഫ് പ്രിന്റ് വരുന്നത് കേട്ടോ. ജോർജറ്റില് സെൽഫ് പ്രിന്റ്. ഇതൊക്കെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഈ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് തയ്ക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് സ്ലബ് സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ്. സ്ലബ് സിൽക്കില് പല കളേഴ്സ് അവൈലബിൾ. സ്ലബ് സിൽക്ക്, അതിൽ റെഡ് വൈറ്റ് എടുക്കണ്ട, മതി. ഇഞ്ഞത് എടുത്തതിന് ചിലപ്പോൾ ആള് വിടും. അതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ശരിക്കും മെറ്റീരിയൽ വരുന്നത് സ്ലബ് സിൽക്കിൽ കേട്ടോ. പിന്നെ സ്ലബില് ബൂട്ട വർക്ക്സ് വരുന്നു. ഇത് സ്ലബില് ചെറിയ ഇങ്ങനെ ബൂട്ട. ഇതൊക്കെ വീവിംഗ് ആണ്. ഈ കാണുന്നത് മൊത്തം വീവിംഗ് ആണ്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലൈനിങ് സെക്ഷൻ. അത് 2x1 2x2 രണ്ടും ഉണ്ട്. 2x2 ഉണ്ട്, 2x1 ഉണ്ട്. അപ്പൊ കോട്ടന്റെ നമുക്ക് കുർത്തീസിന്റെ അടിയിൽ നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലൗസിന്റെ അടിയിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ ബ്ലൗസിന്റെ ഫാബ്രിക്കും ഇവിടെ ഉണ്ട്. 2x2 അല്ലേ? ഇത് 2x2, ഇത് കോട്ടൺ ലൈനിങ്. ഇത് കോട്ടൺ ലൈനിങ്. നമുക്ക് ക്രേപ്പ് ലൈനിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ലൈനിങ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ സാറ്റൻ ഉണ്ടോ? സാറ്റൻ ഇല്ല, ക്രേപ്പ് ലൈനിങ്, റയോൺ പ്ലെയിൻ വരുന്നുണ്ട് ലൈനിങ് ആയിട്ട്, പിന്നെ കോട്ടൺ. അതാണ് ലൈനിങ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് അടിയിൽ ഈ ഒരു സംഭവം കൂടി നോക്കാം. ഇത് സെയിം നമുക്ക് വേണ്ടത് കോട്ടൺ കാന്തയിൽ തന്നെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള അജ്രക് പ്രിന്റ് വരുന്ന അജ്രക് പ്രിന്റ് വിത്ത് കാന്താര പ്രിന്റ് വരുന്ന ഒരു കളക്ഷൻ ആണ്. അതിൽ പല പ്രിന്റുകൾ അവൈലബിൾ ആണ്. ഈ ഫുൾ കാണുന്നത് അതിന് പല പ്രിന്റ്സ്. ഇത് ഒരു സിംഗിൾ ആയിട്ട് അങ്ങനെ എടുക്കാം അല്ലെ? സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതില് കളർ ചാർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ കളക്ഷൻസ് നോക്കിയേ.
അതുപോലെ ടോപ്പ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കണ്ടത് മൊത്തം. അതിലിപ്പോ 3 കളേഴ്സ് ഇപ്പൊ കാണുന്നുണ്ട്. അതിപ്പോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തന്നെ പ്ലെയിൻ നെറ്റിൽ വരുന്നുണ്ട്. പ്ലെയിൻ നെറ്റ് ആണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചു വരുന്നത് വർക്ക് ചെയ്യാനൊക്കെ കേട്ടോ. നമുക്കിപ്പോ വരുന്നത് ഈ ഇതിൽ തന്നെ കുറഞ്ഞ ഒരു മെറ്റീരിയൽ എന്നുവെച്ചാൽ 2 ക്വാളിറ്റി ഉണ്ട്. അവിടെയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ. ഇതിലാകുമ്പോ നമുക്ക് 26 തന്നെ നമുക്ക് ഇത്ര നല്ല ക്വാളിറ്റിയിൽ ഈ പ്ലെയിൻ നെറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് 2 ടൈപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് പ്രൈസിന് വലിയ മാറ്റം അങ്ങനെ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി പ്രൈസിന്റെ കാര്യം നിങ്ങൾ ചോദിക്കണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് പ്രൈസ് പറയില്ല? എന്താ കാരണം? ഹോൾസെയിൽ ആണിത്. ഹോൾസെയിൽ ആയതുകൊണ്ട് നമ്മൾ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇത് പ്ലെയിൻ നെറ്റില്ല കേട്ടോ. ഇത് ക്വാളിറ്റിക്ക് 2നും മാറ്റമുണ്ട്. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താ അതിനനുസരിച്ചിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഹാൻഡ് വർക്ക് ഒക്കെ പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ആ ടൈപ്പ് ക്വാളിറ്റി എടുക്കണം. അങ്ങനെ വർക്കൊന്നും കൂടുതൽ വേണ്ട, സിമ്പിൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നെറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ എന്താണ് ഡിമാൻഡ് അതിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് കാണുന്നതും ഫുൾ കോട്ടന്റെ ഷോളില്. പിന്നെ ഇത് മുറിച്ച് വെച്ചിട്ടുള്ളത്, നേരത്തെ പറയുമ്പോൾ നമ്മൾ മുറിക്കാനുള്ളത്, ഇത് മുറിച്ച് വെച്ചിട്ടുള്ള ഷോളാണ്. ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എത്ര പീസ് എടുക്കണം? ഇതില് നമുക്ക് എത്ര മീറ്റർ എടുക്കണം അതനുസരിച്ച് നമ്മൾ ഷോളും കട്ട് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓൾറെഡി ഷോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് എത്ര പറയാന്ന് വെച്ചാൽ അതിന് ഇങ്ങനെ പറക്കി ഇങ്ങനെ എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഫുൾ കോട്ടന്റെ കേട്ടോ. കോട്ടന്റെ ഇതൊക്കെ നമുക്ക് നല്ല പ്രിന്റിൽ വരുന്നത്, നല്ല പ്രിന്റ്. പ്രിന്റിൽ തന്നെ ഇതിലും നമുക്ക് 4 കളർ അവൈലബിൾ ആയി. നല്ല ലൈറ്റ് വെയിറ്റ് അല്ലേ? നല്ല ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസ്. അപ്പൊ കോട്ടൺ ആണ് കൂടുതൽ മെയിൻ ആയിട്ടുള്ളത്. കോട്ടണിൽ തന്നെ നമുക്ക് കാംബ്രിക് കോട്ടൺ ഉണ്ട്, 60-60 ഉണ്ട്, 40-60 ഉണ്ട്, 40-40 ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് അങ്ങനെ കയറി പോകണം. അപ്പൊ ഇതൊക്കെയാണ് മാധുര്യയില് മെയിൻ ഫാബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗോപാലപുരം റോഡില്. നമുക്ക് അവിടെ നിന്നാണെങ്കിൽ മേനകയിൽ, അവിടെ എന്ന് പറയുമ്പോ പറഞ്ഞു കൊടുക്ക്, എറണാകുളം മേനകയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഗോപാലപുരം റോഡ് വഴി കയറി ഇങ്ങോട്ട് വരാം. പിന്നെ MG റോഡിന്റെ അവിടെ നിന്ന് എന്നുവെച്ചാൽ കടയുടെ ഫേസ് എന്ന് പറയുമ്പോൾ ആ സൈഡാണ് ഫേസ് ചെയ്ത് നിൽക്കണം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ കൂടെ വരുമ്പോൾ MG റോഡ് വഴിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ജംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഗോപാലപ്രഭു റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാധുര്യ ടെക്സ്റ്റൈൽസ് MT എന്നാണ് കൂടുതൽ ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് മേനക വഴിക്ക് വരികയാണെങ്കിൽ മേനകയുടെ അവിടെ നിന്ന് നമുക്ക് വരുമ്പോൾ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോട്ടിൽ കൂടെയും കയറി വരാം, അല്ലെങ്കിൽ പ്രസ് ക്ലബ് റോഡ് വഴിക്കായാലും കയറാം, അല്ലെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ വഴിക്കായാലും വരാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റോഡിൽ മുട്ടിയിട്ട് അവിടുന്ന് ഗോപാലപുരം റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അപ്പൊ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഒക്കെ ഇവിടേക്ക് എത്തും. അപ്പൊ നമ്മളിപ്പോ മധുരയിലാണ്, ഹോൾസെയിലാണ്, മെയിനായിട്ട് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. എത്ര രൂപയ്ക്ക് മേടിക്കണം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഇവിടെ മലയാളി സ്റ്റാഫ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. ഒക്കെ പയ്യന്മാരാണ്, പക്ഷെ എടുത്തു കാണിക്കുന്നതൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് അലീന ഉണ്ടാവും. പിന്നെന്താ പ്രശ്നം? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? ടിൽ ദെൻ ബൈ.